പ്രിയമുള്ളവരെ, ഞാനിന്ന് നാടൻ കോഴി വരട്ടിയ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിന് വേണ്ട സാധനങ്ങൾ: തേങ്ങാപ്പൂള്, കഴുകി വൃത്തിയാക്കി വെച്ച നാടൻ കോഴി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലി കഴുകി വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി, ഉപ്പുപൊടി. ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് വേണ്ടത്. എല്ലാം അതിൽ ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യണം. കൈ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായി ഇളക്കി ചേർത്ത് പൊടികളും ഉപ്പും എല്ലായിടത്തും ആയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. നാടൻ വെളിച്ചെണ്ണയാണ്, വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണിത്. അത് നന്നായി ചേർത്ത് നന്നായി ഇളക്കി എല്ലായിടത്തും ഇളക്കി ചേർത്ത് റെഡിയായ ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച ശേഷം പാകാക്കി റെഡിയാക്കി വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് വെക്കുന്നുണ്ട്. അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്, വിറകടുപ്പിൽ. ഉരുളിയിൽ പാകത്തിന് വെള്ളവും ചിക്കനും എല്ലാം റെഡിയാക്കിയ ശേഷം അടച്ച് വെച്ച് നന്നായി വേവിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല തീ കത്തിച്ച് നന്നായി വേവേണ്ടതുണ്ട്. നാടൻ കോഴി ആയതിനാൽ വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് അല്പം വെള്ളം ഏറെ ഒഴിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉരുളി നല്ല പെട്ടെന്ന് ചൂടാവുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്കിപ്പോൾ മസാല കുറവുള്ളതായി തോന്നും, പക്ഷേ അത് വരണ്ട് വരുമ്പോൾ നല്ല വൃത്തിയിലും ഭംഗിയിലും കഴിക്കാൻ നല്ല രുചിയിലും ആയിത്തീരും. വെള്ളം വറ്റി വരേണ്ടതുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ട്, അപ്പോൾ പാകം തന്നെയാണ് ഉപ്പ്. വേറൊന്നും അതിൽ എക്സ്ട്രാ ചേർക്കേണ്ടതില്ല. എരിവ് കുറവായ കാരണം അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിലിട്ടിട്ടില്ല. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ബെല്ലൈക്കൺ അടിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ രുചികരമായ ഒന്നാണിത്. നാടൻ കോഴി ആയ കാരണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. നമ്മൾ വാങ്ങുന്ന മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്നും ചേർത്തിട്ടില്ല. കുരുമുളക് പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ ഇത്ര മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി വറ്റേണ്ടതുണ്ട്, എന്നാലാണ് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. സെർവ് ചെയ്ത ശേഷം അതിലേക്ക് കറിവേപ്പില വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്, കഴിക്കാനും നല്ല രുചിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ബൈ.